പണ്ട് നമ്മുടെ നാട്ടിൽ ഡച്ചുകാർ, പറങ്കികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ നമ്മളെ കച്ചവടം ചെയ്യാനെന്നുള്ള വ്യാജേന നമ്മളെ ഭരിക്കാനായിട്ട് ഇവിടെ വന്നല്ലേ. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം പണ്ഡിതന്മാർ ധീരമായിട്ടാണ് അവരെ നേരിട്ടിട്ടുള്ളത്. അവരുടെ നാക്കുപയോഗിച്ചും തോലുപയോഗിച്ചും ശക്തമായിട്ട് നേരിട്ട് അവരുടെ ആ ഒരു നേതൃത്വമാണ് മുസ്ലിം സമൂഹത്തിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ മറക്കാൻ പറ്റാത്ത, വിസ്മരിക്കാൻ പറ്റാത്ത ആ ഒരു പങ്കാളിത്തം നടത്തിയത്. നമ്മൾ കഴിഞ്ഞകാല ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, വിസ്മരിക്കാൻ പറ്റാത്ത ചരിത്രമാണ് അവിടെ ഉള്ളത് അല്ലേ. ഞാനീ പറഞ്ഞു വന്നത്, നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര കഴിഞ്ഞ ദിവസം അവസാനിച്ചല്ലേ. മത, സാമൂഹിക, സാംസ്കാരിക നേതാക്കളൊക്കെ ഒരു കുടക്കീഴിൽ ഉസ്താദ് കൊണ്ടുവന്ന് വലിയ സദസ്സിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള വലിയ പ്രമേയം ഉസ്താദ് പറയുകയുണ്ട്. ഇതൊരിക്കലും രാഷ്ട്രീയ സമ്മേളനമല്ല, മറിച്ച് കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിൽക്കുക, മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ള വലിയ ആശയമാണ് ഉസ്താദ് മുന്നോട്ട് വെച്ചത്. ഈ ഒരു സദസ്സ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും നമ്മുടെ ആ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുക എന്നുള്ള രീതിയിലാണ് ഉസ്താദ് അത് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടുത്ത ദിവസം ശശികല എന്ന് പറയുന്ന വിശകല അല്ലേ, അവരൊരു പോസ്റ്റ് ഇടുകയാണ്. അതായത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന ആ ഒരു വൈജ്ഞാനിക കേന്ദ്രം ഇല്ലെങ്കിൽ ടൗൺഷിപ്പ് പല പാലങ്ങളും തോടുകളൊക്കെ നികത്തിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു അനുമതിയുമില്ലാതെയാണ് അത് വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ അവർ വർഗീയമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയാണ്. അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു മലയോര പ്രദേശമാണല്ലേ. ഈ കോഴിക്കോടിലെ കൈതപ്പൂ എന്ന് പറയുന്നത് മലയോര പ്രദേശമാണ്. ആ മലയോര പ്രദേശത്ത് വലിയ തടാകങ്ങളോ തോടുകളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ ഉണ്ട്. പിന്നെ മഴവെള്ളം ഒഴുകി വരുന്ന രീതിയിൽ കുറച്ച് സംവിധാനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ നീർച്ചാലുകളിൽ ഗതി മാറ്റി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണല്ലേ. ഒരു വലിയൊരു പദ്ധതി വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? പണ്ടുള്ള പല മരങ്ങളും വെട്ടിയിട്ടാണ് ഈ ഒരു കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ കാടിനെ നശിപ്പിക്കാൻ നമുക്ക് പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ചെറിയ കാര്യങ്ങൾ മാറ്റിവെച്ചേ പറ്റത്തുള്ളൂ. അപ്പം നാളേക്കുള്ള ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മത, സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക നേട്ടമാണ് നാളെ ഈ ഒരു മർക്കസ് നോളജ് സിറ്റി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണ് അവിടെ നിന്ന് നേടുന്നത്. നല്ല ആരോഗ്യം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമൊക്കെയാണ് അവിടെ നിന്ന് നേടുന്നത്. അപ്പോൾ ഇത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നാളെ സമൂഹത്തിലോട്ട് ഇറങ്ങി അവർ സത്യസന്ധമായിട്ട് എല്ലാ കാര്യത്തിനും സമീപിച്ച് രാജ്യത്തിൻ്റെ ആ ഒരു വളർച്ചയായിരിക്കും കൈവരിക്കുന്നത്. അപ്പം നാളത്തേക്കുള്ള നേട്ടമാണ് ഉസ്താദ് ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്നത്. അപ്പം അതിനെ തുരങ്കം വെക്കുന്ന രീതിയിലൊക്കെയാണ് ഈ വിശകലയുടെ ഈ പോസ്റ്റുകളൊക്കെ വരുന്നത്. ഇത് നമുക്കറിയാം, ഇത് നോളജ് സിറ്റി ആരംഭിക്കുന്ന സമയം മുതൽ തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ഈ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാക്കി പെരുപ്പിച്ച് കാണിച്ച് വലിയ പ്രശ്നങ്ങളായിട്ട് കാണിച്ചൊക്കെ ഇതിനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെതിരെ ഒരുപാട് മീഡിയകളും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വന്നിരുന്നത്. ഉസ്താദ് നിരന്തരം നുണപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം വേറെയുണ്ട്. അതിനെപ്പോട്ടെ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു നുണപ്രചാരണങ്ങൾ ഉണ്ടാകും അല്ലേ. അതിനെ നമ്മൾ സത്യസന്ധമായിട്ട് ധീരമായിട്ട് നേരിടുക എന്നുള്ളതാണ്. എന്തായാലും ഉസ്താദും ഉസ്താദിൻ്റെ അനുയായികളും സമസ്തയും എല്ലാം തന്നെ അതിനെ ശക്തമായിട്ട് ധീരമായിട്ടാണ് നേരിട്ടിട്ടുള്ളത്. ആ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പണ്ട് നമ്മുടെ രാജ്യത്ത് വിദേശികൾ വന്ന് നമ്മളെ കൈയടക്കുന്നത് നമ്മൾ ധീരമായിട്ട് നേരിട്ടല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ആളുകളും നമുക്കെതിരെ ഇത്തരത്തിലുള്ള നുണപ്രചാരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. അവരെയും ഇതേപോലെ തന്നെ ശക്തമായിട്ട് നേരിടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം.